The re-radiation of energy in the form of long waves from the Earth's surface is called terrestrial radiation. എന്താണ് ഭൗമ വികിരണം അല്ലെങ്കിൽ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്തെന്നാണ് പറയാൻ പോകുന്നത്. അപ്പോൾ വാട്ട് ഈസ് ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ന് ചോദിക്കാം. ദി റീറേഡിയേഷൻ ഓഫ് എനർജി, എനർജിയുടെ പുനർവികിരണം ഇൻ ദി ഫോം ഓഫ് ലോങ് വേവ്സ് ഫ്രം ദി എർത്ത് സർഫസ്. എർത്തിൻ്റെ ഉപരിതലത്തിൽ നിന്നും സർഫസിൽ നിന്നും ലോങ് വേവ്സ് ആയിട്ട് ദീർഘതരംഗങ്ങളായിട്ട് എനർജി വീണ്ടും വികിരണം ചെയ്യപ്പെടുന്നതാണ്. ആദ്യം സൂര്യനിൽ നിന്ന് വരുന്ന എനർജി എന്ത് ചെയ്യുന്നു, ഭൂമിയുടെ സർഫസിലെത്തുന്നു. എന്നിട്ട് അതെന്ത് ചെയ്യുന്നു, അവിടെ നിന്ന് തിരിച്ചെന്ത് ചെയ്യുന്നു, മടങ്ങിപ്പോകാനായിട്ട് പുനർവികിരണം ചെയ്യുന്നു, റേഡിയേഷൻ ചെയ്യുന്നു. ഇതിനെ ഇങ്ങനത്തെ വേവ്സ് ആയിട്ടാണ്, ലോങ് വേവ്സ് ആയിട്ടാണ് എനർജി എന്ത് ചെയ്യുന്നത്, റേഡിയേഷൻ ചെയ്യുന്നത്. എവിടെ നിന്ന്? എർത്തിൻ്റെ സർഫസിൽ നിന്ന്. ഈ പ്രോസസ്സിനെ പറയുന്ന പേരാണ് ടെറസ്ട്രിയൽ റേഡിയേഷൻ അല്ലെങ്കിൽ ഭൗമ വികിരണം. ദി അബ്സോർപ്ഷൻ ഓഫ് ടെറസ്ട്രിയൽ റേഡിയേഷൻ ബൈ ദി atmospheric gases such as carbon dioxide heats up the atmosphere. This phenomenon is termed as greenhouse effect. ഇവിടെ രണ്ട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്ന് ടെറസ്ട്രിയൽ റേഡിയേഷനും മറ്റൊന്ന് ഗ്രീൻ ഹൗസ് എഫക്റ്റ്. എന്താണ് ഗ്രീൻ ഹൗസ് എഫക്റ്റ് എന്ന് പറയാം. ഈ ടെറസ്ട്രിയൽ റേഡിയേഷൻ എന്ത് ചെയ്യുന്നു, അന്തരീക്ഷത്തിലുള്ള കാർബൺ ഡയോക്സൈഡ് പോലെയുള്ള ഗ്യാസസുകൾ, വാതകങ്ങൾ എന്ത് ചെയ്യുന്നു, അബ്സോർവ് ചെയ്യുന്നു. ഇത് മൂലം എന്ത് ചെയ്യുന്നു, ഭൂമിയുടെ സർഫസിൽ നിന്ന് പോകുന്ന എനർജി എന്ത് ചെയ്യുന്നു, അന്തരീക്ഷത്തിലെത്തിക്കുമ്പം കാർബൺ ഡയോക്സൈഡ് പോലുള്ള വാതകങ്ങൾ കാർബൺ ഡയോക്സൈഡ് പോലുള്ള ഗ്യാസുകൾ ഇവയെ എന്ത് ചെയ്യുന്നു, അബ്സോർവ് ചെയ്യുന്നു, ആഗിരണം ചെയ്യുന്നു. അത് മൂലം എന്ത് ചെയ്യുന്നു, ഇത് മുകളിലോട്ട് പോകാൻ പറ്റുമോ? ഇല്ല. അപ്പോൾ അവിടെ അങ്ങ് തങ്ങി നിൽക്കും. അപ്പോൾ ഇതിനെ എന്ത് ചെയ്യുന്നു, അന്തരീക്ഷം ചൂട് പിടിപ്പിക്കുന്നു. ഈ ഫിനോമിന, ഈ പ്രതിഭാസത്തെ പറയുന്ന പേരാണെന്ത്, ഗ്രീൻ ഹൗസ് ഇഫക്റ്റ്. വാട്ട് ആർ ഗ്രീൻ ഹൗസ്? എന്താണ് ഗ്രീൻ ഹൗസ്? നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആൾമോസ്റ്റ് എൻ്റയർ എനർജി റീച്ചിങ് ദി എർത്ത് ആസ് ഇൻസുലേഷൻ ഈസ് റേഡിയേറ്റഡ് ബാക്ക് എവറി ഡേ. എല്ലാ ദിവസവും ഏറെക്കുറെ എന്ത് ചെയ്യുന്നു, എനർജി എർത്തിലേക്ക് ഇൻസുലേഷൻ വഴി എത്തുകയും അത് തിരിച്ചു പോവുകയും ചെയ്യുന്നുണ്ട്. ദസ് ദി സർഫസ് ടെമ്പറേച്ചർ ഓഫ് ദി എർത്ത് റിമെയിൻസ് ബാലൻസ്ഡ് വിത്തൗട്ട് ബിക്കമിങ് എക്സ്ട്രീംലി ഹോട്ട് ഓർ കോൾഡ്. ഇങ്ങനെ സൂര്യനിൽ നിന്ന് എനർജി വരുന്നു, അത് പിന്നെ തിരിച്ചും പോകുന്നുണ്ട്. ഇങ്ങനെ എനർജി വരികയും പോവുകയും ചെയ്യുന്നത് നിമിത്തം എന്ത് ചെയ്യുന്നു, എർത്തിൻ്റെ സർഫസ് ഒരുപാട് ഹോട്ടാവാതെയും ഒരുപാട് ചൂടാകാതെയും ഒരുപാട് കുറയാതെയും എന്ത് ചെയ്യുന്നു, തണുക്കാതെയും നിൽക്കുന്നു. ഇങ്ങനെ ബാലൻസ് ചെയ്ത് നിൽക്കുന്നു. ഈ പ്രോസസ്സിനെ, ദിസ് പ്രോസസ് ഓഫ് ഹീറ്റ് ബാലൻസിങ് ഈസ് കാൾഡ് ഹീറ്റ് ബജറ്റ് ഓഫ് ദി എർത്ത്. ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പഠിച്ചു. വാട്ട് ഈസ് ടെറസ്ട്രിയൽ റേഡിയേഷൻ, വാട്ട് ഈസ് ഗ്രീൻ ഹൗസ് എഫക്റ്റ്, വാട്ട് ഈസ് ഹീറ്റ് ബജറ്റ് ഓഫ് ദി എർത്ത്. എന്താണ് ഹീറ്റ് ബജറ്റ്? എർത്തിൻ്റെ ആ ചൂട്, സൂര്യനിൽ നിന്ന് വരുന്ന എനർജി നിമിത്തം എന്ത് ചെയ്യുന്നു, ഇൻസുലേഷൻ നിമിത്തം സൂര്യനിൽ നിന്ന് വരുന്ന എനർജി എന്ത് ചെയ്യുന്നു, കൂടുകയും കുറയായും ചെയ്യാതെ ഇവിടുത്തെ ചൂട് ഒരുപാട് ചൂടാവാതെയും ഒരുപാട് തണുക്കാതെയും എന്ത് ചെയ്യുന്നു, ബാലൻസ് ചെയ്ത് നിൽക്കുന്നതിനെ പറയുന്ന പേരാണ് ഹീറ്റ് ബജറ്റ് ഓഫ് ദി എർത്ത്. ഇനി ഹീറ്റ് ബജറ്റ് എന്താണെന്ന് കുറച്ചുകൂടി വിശദമായിട്ട് ടെക്സ്റ്റിൽ കൊടുത്തിട്ടുണ്ട്. കൺസിഡർ ദി ടോട്ടൽ എമൗണ്ട് ഓഫ് സോളാർ എനർജി റീച്ചിങ് ദി ടോപ്പ് ഓഫ് അറ്റ്മോസ്ഫിയർ ഓഫ് ദി എർത്ത് ആസ് 100 യൂണിറ്റ്സ്. നമ്മൾ സോളാർ എനർജി, സൂര്യനിൽ നിന്ന് വരുന്ന എനർജി നമുക്കൊരു 100 യൂണിറ്റായിട്ട് കണക്കാക്കിയാൽ, 100 യൂണിറ്റ് ഒന്നും അല്ല, 100 യൂണിറ്റായിട്ട് കണക്കാക്കിയാൽ ഔട്ട് ഓഫ് ദീസ് 35 യൂണിറ്റ്സ് വിൽ ബി റിഫ്ലക്റ്റഡ് ബാക്ക് ആൻഡ് 14 യൂണിറ്റ് വിൽ ബി അബ്സോർബ്ഡ് ബൈ ദി അറ്റ്മോസ്ഫിയറിക് പാർട്ടിക്കിൾസ്. 35 യൂണിറ്റ് എന്ത് ചെയ്യുന്നു, റിഫ്ലക്റ്റ് ചെയ്ത് തിരിച്ചു പോകുന്നു, റിഫ്ലക്റ്റ് ചെയ്യുന്നു, പ്രതിഫലിക്കുന്നു. 14 യൂണിറ്റ് എന്ത് ചെയ്യുന്നു, അന്തരീക്ഷത്തിലെ പാർട്ടിക്കിൾസ്, പൊടിപടലങ്ങളും മറ്റു പാർട്ടിക്കിൾസും ഒക്കെ എന്ത് ചെയ്യുന്നു, ആഗിരണം ചെയ്യുന്നു, അബ്സോർവ് ചെയ്യുന്നു. അപ്പോൾ 35 + 14 എത്രയായി? ദി ടോട്ടൽ എമൗണ്ട് ഓഫ് ദി എനർജി റീച്ചിങ് ദി സർഫസ് ഓഫ് ദി എർത്ത് ഈസ് എസ്റ്റിമേറ്റഡ് ആസ് 51 യൂണിറ്റ്. അപ്പോൾ 49 യൂണിറ്റ് ഇങ്ങനെ അബ്സോർവ് ചെയ്യുകയും റിഫ്ലക്റ്റ് ചെയ്യുകയും ചെയ്യുന്നു. ബാക്കിയുള്ളത് എത്രയാണ്? 51 യൂണിറ്റ് ആണ്. ഔട്ട് ഓഫ് ദിസ്, ഈ 51 യൂണിറ്റിൽ 34 യൂണിറ്റ്, 34 യൂണിറ്റ് വിൽ ബി ട്രാൻസ്ഫേർഡ് ടു ദി അറ്റ്മോസ്ഫിയർ ത്രൂ ദി പ്രോസസ് ഓഫ് ഹീറ്റ് ട്രാൻസ്ഫർ സച്ച് ആസ് കണ്ടക്ഷൻ ആൻഡ് കൺവെക്ഷൻ.
ഇതിൽ 34 യൂണിറ്റ് എന്ത് ചെയ്യുന്നു അറ്റ്മോസ്ഫിയറിൽ അന്തരീക്ഷത്തിലേക്ക് തന്നെ എന്ത് ചെയ്യുന്നു കണ്ടക്ഷനും കൺവെൻഷനും നിമിത്തം എന്ത് ചെയ്യുന്നു ട്രാൻസ്ഫർ ചെയ്ത് പോകുന്നു. ബൈ റീറേഡിയേറ്റിംഗ് 17 യൂണിറ്റ് ഓഫ് എനർജി ഡയറക്ട്ലി ഫ്രം ദി എർത്ത് സർഫസ് ആൻഡ് 48 യൂണിറ്റ് ഫ്രം ദി അറ്റ്മോസ്ഫിയർ. ബാക്കി 17 യൂണിറ്റ് എന്ത് ചെയ്യുന്നു പുനർവികിരണവും ചെയ്തു പോകുന്നു ഡയറക്റ്റ്. പിന്നെ ബാക്കി 48 യൂണിറ്റ് അന്തരീക്ഷത്തിലേക്ക് ഡയറക്റ്റായിട്ട് എർത്തിൻ്റെ സർഫസിൽ നിന്ന് ഡയറക്റ്റായിട്ടും പോകുന്നു. ദി എൻഡ് എനർജി റിസീവ്ഡ് ബൈ ദി എർത്ത് ആൻഡ് ദി അറ്റ്മോസ്ഫിയർ ഗെറ്റ്സ് സെൻഡ് ബാക്ക്. ഈ എർത്തിലേക്ക് വരുന്ന എൻ്റെ എനർജി എന്ത് ചെയ്യുന്നു തിരിച്ച് അന്തരീക്ഷത്തിലേക്ക് തന്നെ പോകുന്നു. അതുകൊണ്ടാണ് ഭൂമിയുടെ ഉപരിതലം ചൂട് കൂടാതെ നമുക്ക് താമസിക്കുന്ന രീതിയിൽ നമുക്ക് മനുഷ്യർക്ക് വാസയോഗ്യമായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്. ഇങ്ങനെയുള്ള ഈ ബാലൻസിനെ എനർജിയുടെ ഈ ബാലൻസിനെ പറയുന്ന പേരാണ് ഹീറ്റ് ബജറ്റ് എന്ന് പറയുന്നു. Do we get the same amount of energy from the sun throughout the day? ഒരേ അളവ് എനർജിയാണോ നമുക്ക് ദിവസം മുഴുവനും കിട്ടുന്നത്? ദി സർഫസ് ടെമ്പറേച്ചർ ഓഫ് ദി എർത്ത് ഗ്രാജുവലി ഇൻക്രീസസ് ബൈ ദി ഫ്ലോ ഓഫ് ഇൻസുലേഷൻ സിൻസ് ദി സൺ റൈസ് ആൻഡ് അറ്റൈൻസ് ദി മാക്സിമം ബൈ ദി നൂൺ. രാവിലെ എന്ത് ചെയ്യും സൂര്യോദിക്കുമ്പോൾ എന്ത് ചെയ്യും നമുക്ക് ചൂട് കുറവായിരിക്കും, എനർജി കുറവായിരിക്കും. എന്നാൽ ഉച്ചയ്ക്ക് ആകുമ്പോൾ എന്ത് ചെയ്യും മാക്സിമം ആവും. ഇൻസുലേഷൻ നിമിത്തം എന്ത് ചെയ്യുന്നു സൗരവികിരണം നിമിത്തം ചൂട് മാക്സിമം ആവാം. ആസ് ദി atmosphere is heated through various processes of heat transfer, it takes more time for atmosphere to get heated up than the time taken for the earth's surface. ഭൂമിയുടെ ഉപരിതലത്തേക്കാൾ അന്തരീക്ഷം ചൂട് പിടിക്കുന്നതിന് എന്ത് ചെയ്യുന്നു ഒരുപാട് പ്രോസസ്സുകളുണ്ട്. ആ പ്രോസസ്സിലൂടെ ഭൂമിയുടെ ഉപരിതലത്തേക്കാൾ ഒരുപാട് സമയമെടുത്താണ് അന്തരീക്ഷം ചൂടാകുന്നത്. Thus the temperature recorded at 2 p.m. is considered the maximum temperature of the day by the meteorologists. കാലാവസ്ഥാ നിരീക്ഷണ ശാസ്ത്രജ്ഞന്മാരെല്ലാം ഒരു ദിവസത്തെ ഏറ്റവും കൂടിയ താപനിലയായിട്ട് അടയാളപ്പെടുത്തുന്നത് 2 മണിക്കാണ്, ഉച്ചയ്ക്ക് 2 മണിക്കാണ്. The surface of temperature of the earth gradually decreases in the afternoon due to the decreases intensity. ഏറ്റവും കൂടുതൽ താപനില ഈ 2 മണിക്ക് വന്നതിന് ശേഷം പിന്നെ എന്ത് ഗ്രാജുവലായിട്ട് ക്രമേണ താപനില എന്ത് ചെയ്യുന്നു ടെമ്പറേച്ചർ കുറഞ്ഞു വരുന്നു. Of insulation as well as the simultaneous terrestrial radiation, the earth's surface as well as the atmosphere get cooled by more energy lost through terrestrial radiation during night. The surface temperature of the earth gradually decreases in the afternoon due to the decreases in intensity of insulation as well as the simultaneous terrestrial radiation. The earth's surface as well as the atmosphere get cooled by more energy loss through terrestrial radiation during night. ഇപ്പോൾ 2 മണിക്ക് ശേഷം എന്ത് ചെയ്യുന്നു ടെമ്പറേച്ചർ കുറയുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു ടെറസ്ട്രിയൽ റേഡിയേഷൻ നിമിത്തം ഒരുപാട് ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു എർത്തിൻ്റെ സർഫസിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്നു. അപ്പോൾ എന്ത് ചെയ്യുന്നു അറ്റ്മോസ്ഫിയറും ടെമ്പറേച്ചർ എർത്തും എന്ത് ചെയ്യുന്നു എർത്തിൻ്റെ സർഫസും അറ്റ്മോസ്ഫിയറും എന്ത് ചെയ്യുന്നു കൂടുതൽ തണുക്കാൻ തുടങ്ങുന്നു. Thus the temperature recorded just before the sunrise is considered as the minimum temperature of the day. ഒരു ദിവസത്തെ ഏറ്റവും കുറഞ്ഞ താപനില ശരാശരി താപനില എന്ന് പറയുന്നത് സൂര്യൻ ഉദിക്കുന്നതിന് തൊട്ട് മുൻപുള്ള സമയമായിട്ടാണ് കണക്കുന്നത്. അതായത് രാവിലെ 5 മണി. മാക്സിമം മിനിമം ടെമ്പറേച്ചർ. അറ്റ്മോസ്ഫിയറിക് ടെമ്പറേച്ചർ ഈസ് മെഷേർഡ് യൂസിങ് ആൻ ഇൻസ്ട്രുമെൻറ്റ് കാൾഡ് തെർമോമീറ്റർ. അന്തരീക്ഷത്തിലെ താപനില അളക്കുന്ന ഉപകരണമാണ് തെർമോമീറ്റർ. മാക്സിമം മിനിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ടൈപ്പ് ഓഫ് ഇൻസ്ട്രുമെൻറ്റ് മെയ്ഡ് ബൈ കണക്റ്റിംഗ് ടു ഓർഡിനറി ടെമ്പറേച്ചർ യൂസിങ് ഷേപ്ഡ് ഗ്ലാസ് ട്യൂബ്. ഒരു 2 മാക്സിമം മിനിമം ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല, 2 സാധാ ടെമ്പറേച്ചറിനെ ഒരു ഷേപ്പ് ആയിട്ടുള്ള ഒരു ഗ്ലാസ് ട്യൂബ് വെച്ച് ബന്ധിപ്പിച്ചിരിക്കുന്നു. ദി മാക്സിമം ടെമ്പറേച്ചർ അല്ലെങ്കിൽ മിനിമം ടെമ്പറേച്ചർ ഓഫ് എ ഡേ ക്യാൻ ബി റീഡ് ഔട്ട് ഫ്രം ദി റെക്കോർഡിങ്സ് ഓഫ് മിനിമം മാക്സിമം ടെമ്പറേച്ചർ. ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നു ഒന്നിൽ മാക്സിമം ടെമ്പറേച്ചറും മറ്റതിൽ മിനിമം ടെമ്പറേച്ചറും അടയാളപ്പെടുത്തിയിരിക്കുന്നു. ഡിഗ്രി സെൽഷ്യസ് ആൻഡ് ഡിഗ്രി ഫാരൻഹീറ്റ് ആർ ദി കോമൺ യൂണിറ്റ് ഫോർ റെക്കോർഡിംഗ് ടെമ്പറേച്ചർ. ടെമ്പറേച്ചർ അടയാളപ്പെടുത്താൻ ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട കോമൺ യൂണിറ്റുകൾ എന്ന് പറഞ്ഞാൽ ഡിഗ്രി സെൽഷ്യസും ഡിഗ്രി ഫാരൻഹീറ്റുമാണ്. ദി ഫാരൻഹീറ്റ് ഓഫ് ദി മെൽറ്റിംഗ് പോയിന്റ് ഓഫ് വാട്ടർ ഈസ് 32 ആൻഡ് ദി ബോയിലിംഗ് പോയിന്റ് ഈസ് 212.
ഫാരൻഹീറ്റിൽ വാട്ടറിൻ്റെ മെൽറ്റിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 32 ഡിഗ്രിയും തിളനില ബോയിലിംഗ് പോയിന്റ് എന്ന് പറഞ്ഞാൽ 212 ഡിഗ്രിയുമാണ്. ഇത് ഡിഗ്രി സെൽഷ്യസ് കണക്കാക്കിയാൽ 100 ഡിഗ്രി സെൽഷ്യസിന് ഫാരൻഹീറ്റ് എന്ന് പറഞ്ഞാൽ അതിലെ ഇക്വേഷൻ കൊടുത്തിട്ടുണ്ട്. സെൽഷ്യസിനെ 9/5 + 32 കൊണ്ട് കണക്കാക്കുന്നതാണ്. അതുപോലെ സെൽഷ്യസിലാക്കാനായിട്ട് ഫാരൻഹീറ്റിൻ്റെ അളവിനെ 32 മൈനസ് ചെയ്തിട്ട് അതിനെ 5/9 കൊണ്ട് ഇൻറ്റു ചെയ്യണം. അതൊന്നും ചോദിക്കത്തില്ല, ചിലപ്പോൾ ചോദിച്ചാലും ആകും. ബൈ മേക്കിംഗ് യൂസ് ഓഫ് മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് ദി മിനിമം ടെമ്പറേച്ചർ, ഡയോണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് ഡെയിലി മീൻ ടെമ്പറേച്ചർ ക്യാൻ ബി കാൽക്കുലേറ്റഡ്. ദൈനിക താപാന്തരവും ദൈനിക ശരാശരി ടെമ്പറേച്ചറും, അതായത് മാക്സിമം ടെമ്പറേച്ചറും മാക്സിമം മിനിമം ടെമ്പറേച്ചർ, മിനിമം ടെമ്പറേച്ചർ ഉപയോഗിച്ചാണ് ഡയോണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചറും ഡെയിലി മീൻ ടെമ്പറേച്ചറും കണക്കാക്കുന്നത്. ദൈനിക താപാന്തരവും ദൈനിക ശരാശരി താപവും കണക്കാക്കുന്നത് മാക്സിമം മിനിമം ടെമ്പറേച്ചർ ഉപയോഗിച്ചാണ്. ഡയോണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ഈസ് ഡിഫറൻസ് ബിറ്റ്വീൻ ദി മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് ദി മിനിമം ടെമ്പറേച്ചർ ഓഫ് എ ഡേ. ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും കണക്കാക്കാൻ തന്നിട്ട് ഡയോണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യും? ഡയോണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ എന്താണെന്ന് ആദ്യം മനസ്സിലാക്കണം. ഡിഫറൻസ് ബിറ്റ്വീൻ ദി മാക്സിമം ടെമ്പറേച്ചർ ആൻഡ് ദി മിനിമം ടെമ്പറേച്ചർ ഓഫ് എ ഡേ. ഒരു ദിവസത്തെ മാക്സിമം ടെമ്പറേച്ചറിൽ നിന്ന് മിനിമം ടെമ്പറേച്ചർ കുറച്ചാൽ മതി. കൂടിയ ടെമ്പറേച്ചറിൽ നിന്ന് കുറഞ്ഞ ടെമ്പറേച്ചർ കുറച്ചാൽ എന്ത് ചെയ്യും? ഡയോണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ കിട്ടും. ദി ആവറേജ് ടെമ്പറേച്ചർ ഓഫ് എ ഡേ ഈസ് കാൾഡ് ഡെയിലി മീൻ ടെമ്പറേച്ചർ. ആവറേജ് ടെമ്പറേച്ചർ, ശരാശരി താപനില എന്ന് പറയുന്നത്, ഒരു ദിവസത്തെ ശരാശരി താപനില എന്ന് പറയുന്നത്, അതിനെ വിളിക്കുന്ന പേരാണ് ഡെയിലി മീൻ ടെമ്പറേച്ചർ. ഡെയിലി മീൻ ടെമ്പറേച്ചർ കാണുന്നത് ഇത് രണ്ടും കൂടെ കൂട്ടും. ഏതാ? മാക്സിമം ടെമ്പറേച്ചറും മിനിമം ടെമ്പറേച്ചറും കൂടെ കൂട്ടിയിട്ട് അതിനെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യും. അതാണെന്ത്? ഡെയിലി മീൻ ടെമ്പറേച്ചർ. ആദ്യത്തേത് എന്ത് ചെയ്യും? ഡയോണൽ റേഞ്ച് ഓഫ് ടെമ്പറേച്ചർ ആണെങ്കിൽ കൂടിയതിൽ നിന്ന് കുറയ്ക്കും. ഇതാണെങ്കിൽ ഡെയിലി മീൻ ടെമ്പറേച്ചർ ആണെങ്കിൽ 2 കൂടെ കൂട്ടിയിട്ട് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ മതി. Data regarding the temperature are being utilized for climate studies and further analysis. Plotting the temperature recorded at specific places, smooth curved lines are drawn connecting the places having equal temperature. അത്രയും അടയാളപ്പെടുത്തിക്കോണം. These imaginary lines are called isotherms. Isotherms are very useful for analyzing temperature distribution. അപ്പോൾ എല്ലായിടത്തും, ഭൂമിയിൽ എല്ലായിടത്തും ഒരുപോലെയല്ല ടെമ്പറേച്ചർ കിട്ടുന്നത്. അതിന് എന്ത് ചെയ്യുന്നു? ഭൂപടത്തിൽ ഒരേ ടെമ്പറേച്ചർ ഉള്ള സ്ഥലങ്ങളെ തമ്മിൽ എന്ത് ചെയ്യുന്നു? കണക്ട് ചെയ്തുകൊണ്ട് ചില വരകൾ വരയ്ക്കുന്നു. ഇമാജിനറി ലൈൻസ്, സാങ്കല്പികമായ വരകൾ വരയ്ക്കുന്നു. ആ വരകളെ പറയുന്ന പേരാണ് സമതാപ രേഖകൾ അല്ലെങ്കിൽ ഐസോതേംസ്. വാട്ട് ഈസ് ഐസോതേംസ് എന്ന് ചോദിച്ചാൽ, plotting the temperature recorded at specific places, smooth curved lines are drawn connecting the places having equal temperature. These imaginary lines are called isotherms. ഭൂപടത്തിൽ ഒരേ താപനില ഒരേ താപനില അനുഭവപ്പെടുന്ന സ്ഥലങ്ങളെ തമ്മിൽ കണക്ട് ചെയ്തുകൊണ്ട് വരയ്ക്കുന്ന സാങ്കല്പിക രേഖകളാണ് സമതാപ രേഖകൾ അല്ലെങ്കിൽ ഐസോതേംസ്. താഴെ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നു. ഗ്ലോബൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ടെമ്പറേച്ചർ, ഐസോതേം മാപ്സ്. എല്ലായിടത്തും ഒരുപോലെയാണോ? ചിലയിടത്തൊക്കെ ചിലവും കർവായിട്ട് വരുന്നു, ചില സ്ഥലത്ത് എന്ത് ചെയ്യുന്നു? സ്ട്രെയിറ്റ് ആയിട്ട് പോകുന്നുണ്ടോ? എല്ലായിടത്തും ഒരുപോലെയല്ല താപനില എന്ന്, ടെമ്പറേച്ചറിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ ഒരുപോലെയല്ല എന്ന് മനസ്സിലാക്കാം. ഇസ് എ ഡിസ്ട്രിബ്യൂഷൻ പാറ്റേൺ ഓഫ് ഐസോതേംസ് ഷോൺ ദി മാപ്പ് യൂണിഫോം.
You might have noticed that the temperature gradually decreases while moving away from equator. ഇക്വേറ്ററിൽ നിന്ന് അകന്നു പോകുന്തോറും ഭൂമധ്യരേഖയിൽ നിന്ന് അകന്നു പോകുന്തോറും എന്ത് ചെയ്യുന്നു, താപനില ടെമ്പറേച്ചർ എന്ത് ചെയ്യുന്നു, കുറഞ്ഞു കുറഞ്ഞു വരുന്നു. 30 ഇക്വേറ്ററിൻ്റെ അടുത്ത് എന്താ 30 ഡിഗ്രി 20 ഡിഗ്രിയൊക്കെ ആയിരുന്നു. എന്നാൽ ഇവിടെ നിന്ന് ഇക്വേറ്റർ കഴിഞ്ഞ് പോകുന്തോറും മുകളിലോട്ട് നോക്കിയേ, 10 ഡിഗ്രി, 0 ഡിഗ്രി, -25 ഡിഗ്രി, -12.5 ഡിഗ്രി, ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു നോർത്തേൺ ഹെമിസ്ഫിയറിൽ. സതേൺ ഹെമിസ്ഫിയറിലും ഇതേ അവസ്ഥ തന്നെയാണ്. എന്താ, ഇക്വേറ്ററിൻ്റെ അടുത്ത് 30 ഡിഗ്രി ഉണ്ട്, അത് കഴിഞ്ഞ് 20 ഡിഗ്രി, പിന്നെ താഴോട്ട് വരുന്നതോടും എന്ത് ചെയ്യുന്നു, 10 ഡിഗ്രി, ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. എന്താ, ഇക്വേറ്ററിൽ നിന്ന് അകന്നു പോകുന്നതോറും എന്ത് ചെയ്യുന്നു, ടെമ്പറേച്ചർ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ദി ഐസോതേംസ് ഷോ എ നോട്ടീസബിൾ ബ്ലെൻഡ് along the land sea confluences. What may be the reason? ഈ ഐസോതേംസ് സമുദ്രങ്ങളും കടലും കരയും ചേരുന്ന സ്ഥലത്ത് എന്ത് ചെയ്യുന്നു, ബ്ലെൻഡ് ചെയ്തു വളഞ്ഞു പോകുന്നു. എന്താണ് അതിന് കാരണം? കാരണം എന്താ, ലാൻഡും സീയും കടലും കരയും ഒരേപോലെയാണോ ചൂട് പിടിക്കുന്നത്? അല്ല. കടൽ എന്ന് പറയുന്നത് പതുക്കെ ചൂട് പിടിക്കും, പതുക്കെ തണുക്കുകയുള്ളൂ. എന്നാൽ ലാൻഡ് എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഹയസ്റ്റ് ആയിട്ട് അല്ലെങ്കിൽ പെട്ടെന്ന് സഡനായിട്ട് ചൂടാവുകയും സഡനായിട്ട് തണുക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, ഇവിടുത്തെ ഈ ഐസോതേംസ് ബ്ലെൻഡ് ചെയ്ത് ഇരിക്കുന്നത്. കമ്പയർഡ് ടു ദി നോർത്തേൺ ഹെമിസ്ഫിയർ, ഐസോതേംസ് ആർ മോർ ഓർ ലെസ് പാരലൽ ടു ദി ലാറ്റിറ്റ്യൂഡ്സ് ഇൻ ദി സതേൺ ഹെമിസ്ഫിയർ. വൈ? നോർത്തേൺ ഹെമിസ്ഫിയറിനെ അപേക്ഷിച്ച്, ഉത്തരാർദ്ധഗോളത്തെ അപേക്ഷിച്ച് സമതാപരേഖകൾ ഐസോതേംസ് അക്ഷാംശ രേഖകൾക്ക് പാരലൽ ആയിട്ടാണ് അല്ലെങ്കിൽ ആയിട്ടാണ് സ്ഥിതി ചെയ്യുന്നത്. എന്നാൽ സതേൺ ഹെമിസ്ഫിയറിൽ എന്ത് ചെയ്യുന്നു, ഇവ അക്ഷാംശങ്ങൾക്ക് പാരലായിട്ട് സ്ഥിതി ചെയ്യുന്നു സതേൺ ഹെമിസ്ഫിയറിൽ. എന്തുകൊണ്ടാണെന്ന് പറയുന്നു. എന്തുകൊണ്ടാണ്? ഈ സതേൺ ഹെമിസ്ഫിയറിൽ വൻകരകളുടെ അഭാവം, ലാക്ക് ഓഫ് കോണ്ടിനൻസ് ആണ് ഇതിൻ്റെ കാരണം. വൻകരകളുടെ അഭാവം മൂലമാണ് എന്ത് ചെയ്ത് സമാന്തര രേഖകളായിട്ട് പാരലായിട്ട് അക്ഷാംശ രേഖകൾക്ക് പാരലായിട്ട് സമതാപ രേഖകൾ കടന്നു പോകുന്ന കാരണം. There is spatial and temporal variations in the temperature experienced on Earth. Let us examine the factors influencing distribution of temperature. ഇനി നമുക്ക് പഠിക്കാനുള്ളത് what are the factors influencing the distribution of temperature. ടെമ്പറേച്ചറിനെ ഡിസ്ട്രിബ്യൂഷനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്, അത് അടുത്ത ക്ലാസ്സിൽ പഠിക്കാം. ഓക്കെ, ബൈ.